മക്കളെ, നമ്മൾ ആമി മുയലിൻ്റെ കഥ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. അതിൽ കേട്ടതനുസരിച്ചിട്ട് അതിന് രണ്ടാം ഭാഗവും മൂന്നാം ഭാഗവും ഉണ്ട്. അപ്പോൾ അതിൻ്റെ മോറലും കൂടി നിങ്ങൾക്കൊന്ന് കേൾക്കാനായിട്ടാണ് ഞാനത് പറയുന്നത്. രണ്ടാം ഭാഗം എന്ന് പറയുന്നത്, മുയൽ പോയി ആമോട് ചോദിക്കും, നമ്മൾക്ക് ഒരു മത്സരം കൂടി വെക്കുക ആമേ എന്ന് പറഞ്ഞിട്ട് ആമേനെ പ്രലോഭിപ്പിച്ച് ഒരു മത്സരം കൂടി അവർ വെക്കും. വെച്ചിട്ട് മത്സരം തുടങ്ങി. മുയൽ പെട്ടെന്ന് തന്നെ ഓടിച്ചെന്ന് ലക്ഷ്യസ്ഥാനത്തെത്തി. ആമ പതുക്കെ അവിടെ വരുമ്പോഴേക്കും ആമ അതിൽ തോൽക്കുകയായി. അപ്പോൾ ആദ്യത്തേൽ ആമ ജയിച്ചു, രണ്ടാമത്തേലും മുയൽ ജയിച്ചു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള ഒരു മത്സരം വന്നത്. അത് ന്യൂജൻ തോട്ടിലോട് കൂടി വന്നൊരു കഥയാണത്. അത് വന്നത് എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ, ആമ വന്നിട്ട് മുയലിനോട് പറയും, നമുക്ക് ഒരു മത്സരം കൂടി വെക്കുക. മുയൽ ചിരിക്കും, ഞാൻ ജയിക്കുന്നില്ല, ഇത്ര സംശയം എന്നുള്ള രീതിയിൽ. ആമ പറഞ്ഞു, സാരില്ല, നമുക്കൊരു മത്സരം വെക്കാം എന്ന് പറഞ്ഞ് അവർ മത്സരം തുടങ്ങും. മത്സരം ഇങ്ങനെയാണ്. ഒരു സ്ഥലത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. കുറേ ഓടിയതിനു ശേഷം ഒരു പുഴ കടന്ന് അപ്പുറത്താണ് മത്സരത്തിൻ്റെ ആ ഗോൾ പോയിൻ്റ് ഉള്ളത്. അങ്ങനെ രണ്ട് പേരും കൂടി അവിടെ നിന്ന് ഓടി, ആ മുയൽ പെട്ടെന്ന് തന്നെ ആ വെള്ളത്തിലൂടെ വന്നു നിന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. ആമ പതുക്കെ അവിടെ വന്നു. അപ്പോൾ ആമ പറഞ്ഞു, നീ എൻ്റെ പുറത്ത് കയറിക്കോ. അതിൻ്റെ മുയൽ അതിൻ്റെ പുറത്ത് കയറി. രണ്ട് പേരും കൂടി അപ്പുറത്തേക്ക് നീന്തി കിടന്നു. ആ ഗോളിൽ ഒരുമിച്ച് അവിടെ എത്തി. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരുമിച്ച് വേണം കാര്യങ്ങൾ ചെയ്യാനായിട്ട്, ഒരുമിച്ച് വേണം ജയിക്കാൻ എന്നുള്ള ആ ഒരു മാതൃകയാണ് നമ്മളെല്ലാവരും ആവണം. അപ്പോൾ അവിടെ വിൻ വിൻ സിറ്റുവേഷൻ വരും. അതായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡ്. അപ്പോൾ സന്തോഷം, സുഖം എല്ലാവർക്കും നിറഞ്ഞു നിൽക്കുന്നതായി കാണാൻ പറ്റും. സോ കീപ് സ്മൈലിംഗ് ആൻഡ് സ്റ്റേ പോസിറ്റീവ്.